ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കാം. ചെറിയൊരു വീഡിയോ ആണ്. എപ്പോഴും പറയുന്നത് പോലെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള, 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം 25 അല്ലിയോളം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം മറക്കേണ്ട, വെളുത്തുള്ളി ചേർക്കുന്ന കാര്യം കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും വെളുത്തുള്ളി, അപ്പോൾ അത് മറക്കണ്ട കേട്ടോ. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിലായിട്ടുണ്ട്. ഇത്ര മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാറി വരുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ഏലക്കായ, 3 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാള പേസ്റ്റ് ചേർക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള സവാളയാണ്. ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് സവാള അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഓൾറെഡി നമ്മൾ സോട്ട് ചെയ്തതാണ്. എന്നാലും ഗ്രാമ്പുവിൻ്റെയും പട്ടയുടെയൊക്കെ കൂടെ 1-2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്തിട്ട് സോട്ട് ചെയ്യാം. ഒരു തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരട്ടെ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം 1/2 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി ചേർക്കണം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ റോ സ്മെല്ലൊന്ന് മാറട്ടെ, നമുക്ക് വഴറ്റിയെടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു മസാലയുമായിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 1-2 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടിരിക്കും, വീണ്ടും കുറുകി വരും. ആ ഒരു സമയത്ത് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഗരം മസാല കുറവാണ്. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. നമുക്കിതുപോലുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്